നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. നമുക്കെല്ലാവർക്കും അത്ര സുപരിചിതമല്ലാത്തൊരു അച്ചാർ പ്ലം വെച്ചാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കടകളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് പ്ലം. പുളിയും ചെറുതായ മധുരമൊക്കെ കൂടി കലർന്നൊരു ഫ്രൂട്ടാണ് പ്ലം. ഇതുപയോഗിച്ച് വൈനും ജാമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പ്ലം ഞാൻ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 8-10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, കൂടെ 10 കാന്താരിമുളക് ചെറുതായി അരിഞ്ഞത്. ഈ കാന്താരിമുളകിന് പറയത്തക്ക ഭയങ്കര എരിവൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ പ്ലം ഒന്ന് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം. അതിന് 4ആയിട്ട് നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം പ്ലം മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആരും കഴിക്കില്ലാത്ത അവസ്ഥയായിരുന്നു, പുളി കാരണം. അത് കളയാനും പറ്റത്തില്ലല്ലോ. പുളിയുള്ള ഫ്രൂട്ടായത് കാരണം അച്ചാറിട്ടാലെന്നൊരു ഐഡിയ വന്നു. അങ്ങനെയാണ് ഇത് അച്ചാറിട്ട് നോക്കിയത്. സംഭവം സൂപ്പറായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ അച്ചാറിട്ടാലും പുളിയുള്ള സാധനങ്ങൾ കൊണ്ട് അച്ചാറിടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ അമ്മമാർക്ക് വയ്യാത്ത ദിവസങ്ങളിലൊക്കെ ഒരു അച്ചാറോ ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ തൈരോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി. പിള്ളേരുടെ ടിഫിൻ ബോക്സ് നിറയുകയും ചെയ്യും. 2-3 കറികൾ കൊടുത്തു വിട്ടു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഉള്ള എന്തെങ്കിലുമൊക്കെ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ പണികൾ എളുപ്പമാവും. അങ്ങനെ നമ്മുടെ പ്ലം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാറിടാം. ആദ്യം അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് 2ആയി മുറിച്ചിട്ട് കൊടുത്ത് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക് എന്നിവയെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കളറ് ചെറുതായി ഒന്ന് മാറി വരുമ്പോൾ തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പൂൺ 3 സ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവാപ്പൊടിയും ലേശം കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറണം, അത്രയേ ഉള്ളൂ. കായത്തിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി മുമ്പിൽ നിൽക്കണം എന്നുള്ളവരെ കുറച്ചും കൂടെ കായ ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കായത്തിൻ്റെ ഫ്ലേവർ മുമ്പിൽ നിന്നാലാണ് നമുക്ക് അച്ചാറിനൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളൂ. ഇതെല്ലാം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ 1/4 കപ്പ് വിനാഗിരി, ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചെടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. വിനാഗിരി ചേർക്കുന്നത് നമ്മുടെ അച്ചാർ ചീത്തയാവാതെ കുറച്ച് നാൾ ഇരിക്കും. ഇവിടെ അത്ര നാൾ ഇരിക്കുമൊന്നും വേണ്ട, എങ്കിലും നമ്മുടെ അച്ചാർ ചീത്തയാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വെള്ളം ചേർക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന അച്ചാറിനേക്കാൾ എല്ലാവർക്കും ഇഷ്ടം കുറച്ച് വെള്ളത്തിൻ്റെ അംശമുള്ളതാണ്. ഇത് പെട്ടെന്ന് തീരും. കൂടി വന്ന 2 ആഴ്ച പോലും പോകത്തില്ല. ഇനിയിപ്പം ഓട്സ് കഴിക്കാനും കഞ്ഞി കുടിക്കാനും എല്ലാവരും ഈ അച്ചാർ തന്നെ എടുക്കും. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വെള്ളം ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇരുന്ന് ചീത്തയാവുന്നൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കാതിരിക്കുന്നതാണ്. അതിന് പകരം കുറച്ചും കൂടെ വിനാഗിരി ചേർത്താൽ മതി. അച്ചാറിൻ്റെ ഗ്രേവി തിളച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടാതെ ആവശ്യത്തിന് ഉപ്പും ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറച്ച് മുമ്പിൽ നിൽക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പ്ലം ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലെ പുളിയെല്ലാം ഇറങ്ങി കഴിയുമ്പോഴത്തേനും അച്ചാറിന് നമുക്ക് ഒട്ടും ഉപ്പ് തോന്നത്തില്ല. അതുകൊണ്ട് ഈ സമയത്ത് കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഇട്ടാൽ മതി. അതിനുശേഷം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മാത്രം നമുക്ക് പ്ലം ഇട്ട് കൊടുക്കാം. പ്ലം വളരെ കട്ടി കുറഞ്ഞ ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓണാക്കിക്കൊണ്ട് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് വെന്ത് പോകും. ഇതൊട്ടും കട്ടിയില്ലാത്തൊരു ഫ്രൂട്ടാണല്ലോ. അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു വേറെ ടേസ്റ്റാണ്. നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് ഇടണമെന്ന് പറയുന്നത്. അല്ലെങ്കിലും ഏതച്ചാറായിക്കോട്ടെ, മാങ്ങ ആയിക്കോട്ടെ, ഏതച്ചാറായിക്കോട്ടെ, അതിൻ്റെ അകത്ത് ഒരു വെന്ത ടേസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അച്ചാറിന് എൻ്റെ രുചി തന്നെ പോയി കിട്ടുന്നതാണ്. നമ്മുടെ കേരളത്തിലും പ്ലം കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്. കാന്തല്ലൂരാണ് നമ്മുടെ കേരളത്തിൽ പ്ലം കൃഷി ചെയ്യുന്നത്. ചില അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ കഴിച്ചാലേ ടേസ്റ്റ് ഉള്ളൂ എന്നൊക്കെ പറയത്തില്ല. ഇത് അതുപോലെയൊന്നും അല്ല. നമുക്ക് ഉണ്ടാക്കി പിറ്റേന്ന് മുതൽ കഴിച്ചു തുടങ്ങാം. നല്ല പുളിയുള്ളതല്ലേ പ്ലം. പെട്ടെന്ന് തന്നെ അതിൻ്റെ പുളി അച്ചാറിലേക്ക് ഇറങ്ങി നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.